ഓലയംപാടിയിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം. പയ്യന്നൂരിന്റെ ജനകീയ സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ വിഷു പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് 10% വിലക്കിഴിവ്. ഒപ്പം വിഷുവിനെ വർണ്ണാഭമാക്കുന്ന പടക്കങ്ങൾക്കും 10 മുതൽ 15% വരെ വിലക്കിഴിവ്. ഓലയംപാടി മടയമ്മക്കുളത്തെ വി കുഞ്ഞാമിനയുടെ പൂട്ടിയിട്ട വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം സമീപത്തുള്ള UP സ്കൂൾ വാർഷികാഘോഷ പരിപാടി കാണാൻ കുഞ്ഞാമിനയും 2 മക്കളും പോയിരുന്നു. തിരിച്ച് ഈ വീട്ടിലേക്ക് വരാതെ ഉമ്മയുടെ വീട്ടിലേക്കാണ് ഇവർ പോയത്. ആ സമയത്താകാം മോഷണം നടന്നതെന്ന് കരുതുന്നു. വ്യാഴാഴ്ച രാത്രി കുഞ്ഞാമിനയുടെ മൂത്ത മകൾ ഫാത്തിമ വീട്ടിൽ വന്നപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. വീടിൻ്റെ പിറകുവശത്ത് വീടിനോട് ചേർന്ന കിണറിൻ്റെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. വീടിനകത്ത് 2 മുറികളിലായി അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ച 29 പവൻ സ്വർണവും 20,000 രൂപയുമാണ് മോഷണം പോയത്. കുഞ്ഞാമിനയുടെ ഭർത്താവ് വിദേശത്താണ്. പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പെരിങ്ങോം പോലീസ് CI മെൽബിൻ ജോസ്, SI K ഖദീജ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനയും നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഓലയംപാടി. പയ്യന്നൂരിന്റെ ജനകീയ സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ വിഷു പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് 10% വിലക്കിഴിവ്. ഒപ്പം വിഷുവിനെ വർണ്ണാഭമാക്കുന്ന പടക്കങ്ങൾക്കും 10 മുതൽ 15% വരെ വിലക്കിഴിവ്. പടക്കക്കട ജനസൗകര്യാർത്ഥം ഇപ്പോൾ അന്നൂർ അമ്പലത്തിന് സമീപവും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പയ്യന്നൂരിനൊപ്പം അന്നും ഇന്നും.